തമിഴ്നാട്ടിലെ ദണ്ഡിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിൽ നിന്ന് വേർപെട്ട് പളനി മലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ടൂറിസമാണ് ഈ പ്രദേശത്തെ ശ്രദ്ധേയമാക്കുന്നത്. പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗവും ഇതുതന്നെ. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഞാൻ സഞ്ചാരി. അപ്പോൾ ഞാനിന്ന് പോകാൻ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ യാത്ര ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് യാത്ര. അപ്പോൾ നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ 5:15 ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിലാണ് യാത്ര. അത് നേരെ മധുരയിൽ 11:15 കൂടി മധുരയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടിക്കറ്റ് തേർഡ് AC ആണ്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ മധുരയിൽ ചെന്നിട്ട് കാണാം. ഇതിൻ്റെ ട്രെയിനിൻ്റെ ടിക്കറ്റ് റേറ്റായിട്ട് വരുന്നത് 1250 രൂപയോളമാണ് ടിക്കറ്റ് റേറ്റായിട്ട് വരുന്നത്. ട്രെയിന് വലിയ ലേറ്റൊന്നും അല്ലാത്തത് കാരണം കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ മധുരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയത് ഒരു ആട്ടോ ചേട്ടൻ നമുക്ക് കിട്ടി. അപ്പം ആട്ടോ ചേട്ടൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ആറപ്പാളയം ബസ് സ്റ്റാൻഡുണ്ട് തമിഴ്നാട്ടിലെ. സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ദൂരം വരും. അപ്പം ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരിട്ട് തന്നെ കൊടൈക്കനാലിലോട്ട് ബസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 11:15 ഇപ്പോൾ 11:30 സ്റ്റേഷനിൽ വന്നത്. അപ്പം ആറപ്പാളയം സ്റ്റാൻഡിൽ നിന്ന് 12:30 ഒരു ബസ് ഉണ്ടെന്നാണ് പറയുന്നത്, നേരിട്ട് കൊടൈക്കനാൽ പോകുന്നത്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ കൊണ്ടുപോകുന്നത് നമ്മളെ. അപ്പോൾ നേരെ നമുക്ക് ആറപ്പാളയം ചെന്നിട്ട് അവിടെ ബസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഇപ്പം വേറൊരു സ്ഥലത്തുനിന്ന് വരുന്നതല്ലേ, അപ്പോൾ ഇവർക്ക് ഈ ഓട്ടോ റേറ്റ് നല്ലതുപോലെ ഒരു കൂട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അതായത് നമ്മളിൽ നിന്ന് ഒരു കുറച്ച് പൈസ കൂടുതലാണ് വാങ്ങിയത്. അതിപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് വന്നുകൊണ്ടാകാം. ഇപ്പോൾ നമ്മൾ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആറപ്പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഗേറ്റ്. ഇതിലൂടെയാണ് അകത്തോട്ട് പോകാനായിട്ട്. അപ്പോഴെന്തുകൊണ്ടായാലും നമ്മൾ വന്ന ടൈം നല്ല കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് കിട്ടുകയും ചെയ്തു. അതിൽ നിറയെ സീറ്റും ഉണ്ടായിരുന്നു കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് അതിലിരുന്ന് പോകാനും പറ്റി. കറക്റ്റ് ടൈമിൽ നമുക്ക് ബസ് കിട്ടുകയും ചെയ്തു. അതായത് നമ്മൾ 12 മണിയായപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ എത്തുകയും ചെയ്തു. ഒരു 12:15 12:20 ആയപ്പോൾ ബസ് ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. പിന്നെ ഈ ആറപ്പാളയം ബസ് സ്റ്റാൻഡിലെന്ന് പറയുന്നത് നല്ല തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡ് കൂടിയാണ്. നമ്മൾ വന്ന സമയത്ത് തന്നെ നിറയെ ബസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കൊടൈക്കനാൽ വരേക്കും ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. അത് ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും വളരെ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 3 മണിക്കൂറത്തെ യാത്രയുണ്ട്. അതായത് 3-3.5 മണിക്കൂറത്തെ യാത്ര 105 കിലോമീറ്ററോളം വരുന്നുണ്ട്. അപ്പം 100 രൂപ എന്തായാലും നമ്മുടെ നാട്ടിനെക്കാട്ടിയും കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി 3.5 മണിക്കൂർ കഴിഞ്ഞ് നേരെ കൊടൈക്കനാലിലെ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അവിടെ തണുപ്പുണ്ടോ അതോ നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് കേരളത്തിലെ പോലെ ചൂടാണോ, കൊടും ചൂടാണോ, തണുപ്പ് സമയത്തും ചൂടാണോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കൊടൈക്കനാലിൽ ചെന്നിട്ട് നോക്കാം. അപ്പോൾ ഈ ബസ് കുറേ ദൂരം സഞ്ചരിച്ച് ബട്ടലഗുണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും അവരുടെ കടയിൽ പോയി ശാപ്പാട് കഴിക്കാൻ പോയി. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇനി ബസ് എടുക്കോളെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും കഴിക്കുന്നുള്ളവർക്ക് വേണമെങ്കിൽ പോയി കഴിക്കാനും പറഞ്ഞു. അപ്പം നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി യാത്ര തുടരുന്നതാണ്. ഈ ബട്ടലഗുണ്ടെന്ന് പറഞ്ഞൊരു മെയിൻ ഒരു ജംഗ്ഷനാണ്. അതായത് ഇപ്പം മധുരയിൽ നിന്ന് വന്നതുപോലെ വേറെ പളനിയിൽ നിന്നും അല്ലെങ്കിൽ വേറെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വരുന്നവരെല്ലാം ഈ ബട്ടലഗുണ്ട് വന്നിട്ടാണ് കൊടൈക്കനാലിലോട്ട് പോകുന്നത്. അപ്പോൾ മെയിൻ ഒരു ജംഗ്ഷനാണ്. അതായത് ഒരു ഓപ്പണിംഗ് ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ പറയാം കൊടൈക്കനാലിൻ്റെ. അപ്പം ഈ എല്ലാവരെയും ബട്ടലഗുണ്ട് വന്നിട്ടാണ് പിന്നെ അവിടെ നിന്നാണ് കൊടൈക്കനാലിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് യാത്ര. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴാണ് ഒരു വാട്ടർഫാള്. എൻ്റെ പേര് സിൽവർ കാസ്കാഡ് എന്നാണ്. അപ്പം നിറയെ ആൾക്കാരുണ്ട്, പക്ഷേ ഇത്തിരി വെള്ളം കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ നല്ലൊരു വെള്ളച്ചാട്ടം കൂടിയാണ്. അപ്പോഴാണ്ട് ഒരു 4-4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലെത്തി. 12:30 ആറപ്പാളയത്ത് നിന്ന് എടുത്ത ബസ് ഒരു 4:30 കൂടിയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ 3 ദിവസം നീളുന്ന കൊടൈക്കനാൽ ട്രിപ്പിൽ ആദ്യത്തെ ഒരു ദിവസം ഇന്ന് തീർന്നിരിക്കുകയാണ്. ബാക്കി നാളത്തെ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഗുഡ് ബൈ.